മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. മത്തായി 23:12. தன்னை உயர்த்துகிறவன் தாழ்த்தப்படுவான், தன்னை தாழ்த்துகிறவன் உயர்த்தப்படுவான். തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. കർത്താവിൻ്റെ വചനം നോക്കുക. തന്നെത്താൻ ഉയർത്തുന്നവൻ അവനെന്ത് സംഭവിക്കും? താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ വചനം നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നമ്മെ നാം സ്വയം പുകഴ്ത്തുക, ഉയർത്തുക, പൊക്കി സംസാരിക്കുക, നമ്മൾ ഉയർന്ന ഭാവം കാണിക്കുക, ഞാൻ വലുതാണെന്നൊരു തോന്നലോടുകൂടെ നടക്കുക, ഇതെല്ലാം താഴ്ചയിലേക്കും തകർച്ചയിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടുപോകും. ഹല്ലേലൂയ. മനസ്സിൻ്റെ ഭാവം, മനസ്സിൻ്റെ ചിന്ത, പെരുമാറ്റം, സംസാരം, ഇതിലെല്ലാറ്റിലും താഴ്മയുണ്ടെങ്കിൽ അതിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇത് ദൈവ നിയമമാണ്. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുക എന്ന് പറയുന്ന സ്വഭാവം അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് പിശാചിന് അവകാശത്തെ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്, പിശാചിന് അവകാശത്തെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ വേലിയെ പൊളിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്ന സ്വഭാവം അത് ദൈവത്തിൻ്റെ വേലിയെ കാത്തുകൊള്ളുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരുന്നതും പിശാചിൻ്റെ പ്രവൃത്തികളെ തടയുന്നതും പിശാചിൻ്റെ അവകാശങ്ങളെ എടുത്തു കളയുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് അവൻ്റെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. അവൻ്റെ ജീവിതത്തിൽ നന്മ വരണമോ, അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടണമോ എന്നുള്ള കാര്യത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് വലിയ പങ്കുണ്ട്. അവൻ്റെ ചിന്തകൾക്ക് വലിയ പങ്കുണ്ട്, അവൻ്റെ മനോഭാവത്തിന് വലിയ പങ്കുണ്ട്, അവൻ്റെ വ്യക്തിത്വത്തിന് വലിയ പങ്കുണ്ട്. അവൻ്റെ വ്യക്തിത്വം തന്നെത്താൻ ഉയർത്തുക, തന്നെത്താൻ താഴ്ത്തുക, ഞാനെന്ന ഭാവത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നേ അത് തകർച്ചയെ കൊണ്ടുവരുവാൻ വഴി തുറക്കുന്നതാണ്, പിശാചിനിടം കൊടുക്കുന്നതാണ്. സ്തോത്രത്തോടുകൂടെ വചനങ്ങളെ ഏറ്റെടുക്കാം, സ്തുതിയോടുകൂടെ വചനങ്ങളെ ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുള്ളവർ ഭാഗ്യവാന്മാർ? എന്താണ് സൗമ്യത? എന്താണ് സൗമ്യത? വെറുപ്പ് കാണിക്കാതെ, ദേഷ്യം കാണിക്കാതെ, പക കാണിക്കാതെ, സ്നേഹവും കരുണയും മനസ്സലിവോടും കൂടെയുള്ള ഒരു സ്വഭാവവും പെരുമാറ്റവും സംസാരവുമാണ് സൗമ്യത. ഹല്ലേലൂയ. സംസാരിക്കുമ്പോൾ തന്നെ ചിലരുടെ സംസാരത്തിൽ അവർക്കുള്ള വെറുപ്പ് പുറത്തു വരും. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് പുറത്തു വരും. അതാണ് വചനം പറയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. ഒരുവന്റെ സംസാരം ശരിയല്ല. എന്തുകൊണ്ട്? അവന്റെ ഹൃദയം ശരിയല്ല. ഹൃദയം ശരിയല്ലെങ്കിൽ സംസാരം ശരിയാകില്ല. ഹൃദയത്തിൽ വിഷവിത്തുകൾ വീണാൽ വിഷവിത്തിന്റെ റിസൾട്ട് അവന്റെ വായിൽ നിന്നും പുറത്തു വരും. ഉള്ളത്തിൽ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ സംഗ്രഹിച്ചാൽ അവൻ അതിൻ്റെ റിസൾട്ട് വായിൽ നിന്നും പുറത്തു വരും. ഹല്ലേലൂയ. മോശയെക്കുറിച്ച് വചനം പറയുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവം എന്തുകൊണ്ട് മോശയെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനുള്ള ഒരു കാരണം മോശയുടെ ഒരു സ്വഭാവം കൂടെയാണ്. അതിസൗമ്യതയുള്ള, സൗമ്യത സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം വിളിച്ചു, തൻ്റെ പദ്ധതിയെ ഏൽപ്പിച്ചു. മറിയെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു? മറിയുടെ മേൽ ആ ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു താഴ്മയുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായി മറിയ എന്ന പാത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു.
ഹല്ലേലൂയ. ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ വിട്ടുകൊടുക്കുവാൻ, താഴ്മപ്പെടുവാൻ ഉള്ളൊരു ഹൃദയം മറിയയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദിനെ എന്തുകൊണ്ട് ദൈവം വിളിച്ചു? കാട്ടിൽ കിടന്നാലും ആടുകൾ മേയ്ക്കുമ്പോഴും സ്തുതിക്കുവാനുള്ളൊരു നല്ല ഹൃദയമുണ്ട്. മുറുമുറുക്കുന്ന നാവില്ല, പിറുപിറുക്കുന്ന ഹൃദയമില്ല, കയ്പും പകയും പിണക്കവുമുള്ള ഉള്ളം ദാവീദിനില്ല. ദാവീദിന്റെ തീരുമാനം ഇതാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അങ്ങനെയുള്ള ഒരുവനെ കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് സ്വഭാവം ഒരു ഘടകമാണ്. സൗമ്യതയെ കണ്ട് മോശയെ തിരഞ്ഞെടുത്ത ദൈവം, താഴ്മയെ കണ്ട് ദാവീദിനെ തിരഞ്ഞെടുത്ത ദൈവം, താഴ്മയെ കണ്ട് മറിയയെ തിരഞ്ഞെടുത്ത ദൈവം. നമ്മുടെ സ്വഭാവത്തിൽ നല്ല സ്വഭാവമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും പദ്ധതിയെയും വാഗ്ദത്തങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം നമ്മെ, നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കും. തിരുവചനം നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കും. തിരുവചനം നമ്മുടെ പെരുമാറ്റത്തെ, സംസാരത്തെ ശുദ്ധീകരിക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ അടിമുടി ഒരു മാറ്റത്തിലേക്ക് വരും. സംസാര രീതിയിൽ, പെരുമാറ്റത്തിൽ, ചിന്തയിൽ, എല്ലാറ്റിലും ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഒരു ദൈവ പൈതൽ വരും. ആ മാറ്റം അവന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരെ കുറിച്ച് അവർക്കൊരു നന്മയും കൂടെ ആ വചനത്തിൽ പറയുന്നു. എന്താണ് ആ നന്മ? അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. ഒരുവന്റെ ജീവിതത്തിൽ അവന്റെ നന്മയ്ക്കെതിരെ, അവന്റെ സമ്പത്തിനെതിരെ ഒരു ദുഷ്കർമ്മം, ഒരു മന്ത്രവാദം, ഒരു പൈശാചിക പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ സൗമ്യതയുണ്ടെങ്കിൽ ആ മന്ത്രവാദം അവനെ തൊടില്ല, അവന്റെ മേൽ ഫലിക്കില്ല. എന്നാൽ അഹങ്കാരമുള്ളവനെതിരെ, ഞാനെന്ന ഭാവമുള്ളവനെതിരെ, നിഗളമുള്ളവനെതിരെ, അവന്റെ സമ്പത്തിനെതിരെ ഒരു മന്ത്രവാദം നടന്നാൽ, ഒരു പൈശാചിക പ്രവൃത്തി, ഒരു ദുഷ്കർമ്മം നടന്നാൽ അത് അവന്റെ സമ്പത്തിനെ ബാധിക്കുന്ന ലെവലിൽ അവനൊരു വേലി അവിടെ ഉണ്ടാകില്ല. സൗമ്യത, താഴ്മ, അത് ദൈവത്തിന്റെ വേലിയെ കൊണ്ടുവരുന്നു, ദൈവത്തിന്റെ കോട്ടയെ കൊണ്ടുവരുന്നു, ദൈവത്തിന്റെ സംരക്ഷണത്തെ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ സംരക്ഷണം നമ്മിൽ നിൽക്കുവാൻ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമുക്കുണ്ടാകുവാൻ സ്വഭാവത്തിന് വലിയ പങ്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വഭാവത്തിൽ, നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തന്നെ പരിശോധിക്കണം. ചിലരുടെ സ്വഭാവം ഇതാണ്: സ്വന്തം സ്വഭാവത്തെ പരിശോധിക്കില്ല, രണ്ടാമതൊരാളിൻ്റെ, മറ്റൊരുവന്റെ സ്വഭാവത്തെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അവന്റെ സംസാരം ശരിയല്ല, അവളുടെ സംസാരം ശരിയല്ല എന്ന് രണ്ടാമതൊരാളിനെ ചൂണ്ടിക്കൊണ്ടേയിരിക്കും. ഇത് ദൈവസന്നിധിയിൽ ഭൂഷണമല്ല, ഇത് ദൈവസന്നിധിയിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. സ്വയം വിശുദ്ധീകരിപ്പാൻ, സ്വയം താഴ്ത്തുവാൻ, സ്വയം ഫലം കായ്പാൻ, സ്വയം രൂപാന്തരപ്പെടുവാൻ സ്വന്തത്തിലേക്കൊന്ന് നോക്ക്, സ്വന്തം ജീവിതത്തെ ഒന്ന് നോക്ക്, സ്വന്തം സ്വഭാവത്തെ ഒന്ന് നോക്ക്. സ്വയം ഒരു മാറ്റം വരട്ടെ. അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യത ഭൂമിയെ അവകാശമാക്കുന്ന, ഭൗതികമായ നന്മകളെ സ്വന്തമാക്കുന്ന ഒരു ബ്ലെസ്സിങ്ങിലേക്ക് നടത്തുന്ന ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. വമ്പ് സംസാരിക്കുന്നവർ, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നവർ, ഞാനെന്ന ഭാവത്തോടെ സംസാരിക്കുന്നവർ, അത് ആ സമ്പത്തും അവരുടെ നന്മകളും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഉള്ള കാരണത്തിലേക്ക് അവർ വഴി തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. സമ്പത്ത് എങ്ങനെയുണ്ടാകും? ദുഷ്ടത കൊണ്ടും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവരുണ്ട്, അനീതി കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവരുണ്ട്, ദുഷ്കർമ്മം കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു വാക്കിതാണ്: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ്. വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ,
വചനത്താൽ ഒരു വിശുദ്ധീകരണം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ചില നന്മകൾ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്താൽ ആ വചനം ഏറ്റെടുക്കുന്നതിലൂടെ ചില നന്മകൾ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വചനത്തിന് വില കൊടുക്കുന്നവർ, വചനത്തെ ബഹുമാനിക്കുന്നവർ നന്മകളെ സ്വന്തമാക്കും, അനുഗ്രഹങ്ങളെ സ്വന്തമാക്കും. ഹല്ലേലൂയ. ഓക്കെ, മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. മറ്റ് 2 വചനങ്ങൾ. യാക്കോബിന്റെ ലേഖനം 4:6, ജെയിംസ് ചാപ്റ്റർ 4:6. അത് കഴിഞ്ഞതിന് ശേഷം പ്രോവർബ്സ് 3:34, സദൃശവാക്യം 3:34. ആദ്യം യാക്കോബ് 4:6. அவர் அதிகமான கிருபையை அளிக்கிறாரே, ஆதலால் தேவன் பெருமையுள்ளவர்களுக்கு எதிர்த்து நிற்கிறார், താഴ്മ ഉള്ളവർക്കോ കിരുബൈ അളിക്கிறார் എന്ന് சொல்லி இருக்கிறது. ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിഗളം സ്വഭാവത്തിലുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ആ നിഗളിക്ക് വേണ്ടി ആരൊക്കെ മധ്യസ്ഥത വഹിച്ചാലും, ആ നിഗളിക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല. ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15:1 വിചാരിക്കുന്നു. ഇത് തന്നെയാണ്. മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. നോക്കിക്കേ, അനുസരണയില്ലാത്ത, ദൈവത്തിന് കീഴ്പ്പെടാത്തവരെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ദൈവം പറയുന്നത്? മോശയും ശമൂവേലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ അടുത്ത് വന്നാലും ശരി, ഞാൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കില്ല. അനുസരണക്കേടുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നിങ്ങളുടെ പ്രൊട്ടക്ഷനും നിങ്ങളുടെ നന്മയ്ക്കുമായി മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്. ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷീകരണം നടക്കുമ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടും കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടും തെളിവായിട്ടും ചില സൗഖ്യങ്ങൾ നടക്കും, ചില വിടുതലുകൾ നടക്കും, ആത്മാവിൻ്റെ ചില പ്രകടനങ്ങൾ അവിടെ വെളിപ്പെടും. എന്നാൽ കർത്താവിനെ വിശ്വസിച്ച് സഭയ്ക്കുള്ളിൽ കയറി വരുന്ന ദൈവത്തിൻ്റെ മകൾ അവർ വിശുദ്ധീകരണം പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കണം. യോശുവയോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: ഇന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവസഭയിലുള്ള മക്കൾ നന്മകൾ പ്രാപിക്കേണ്ടത്, അത്ഭുതങ്ങൾ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്? വചനമേറ്റെടുത്ത് വിശുദ്ധീകരിച്ച് നന്മയ്ക്കായി ഒരുങ്ങണം. ഹല്ലേലൂയ. ചില പ്രവാചകന്മാർ, ചില ശക്തരായ ശുശ്രൂഷകളെ ദൈവം ചില ദേശങ്ങളിൽ അയക്കുമ്പോൾ അവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ ദേശത്തോട് യേശു ജീവിക്കുന്നുവെന്നും കർത്താവിൻ്റെ മഹത്വം ഇന്നും ഉണ്ട് എന്നും ദൈവത്തിൻ്റെ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുവെന്നും ഒരു അടയാളമായി, ഒരു തെളിവായിട്ടാണ് അങ്ങനെയുള്ള മഹത്വങ്ങൾ അവിടെ വെളിപ്പെടുന്നത്. കുരുടർ കാണും, ചെകിടർ കേൾക്കും, മുടന്തർ നടക്കും, ഇവൻ മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതെല്ലാം എന്താണ്? യേശു ജീവിക്കുന്നു എന്നൊരു അടയാളമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിലോട് ചേർന്ന, ദൈവസഭയോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വീണ്ടും ആ ആട്ടിൻകൂട്ടങ്ങളെ വിളിക്കാൻ വേണ്ടി കർത്താവ് കാണിക്കുന്ന ആ അടയാളങ്ങളുടെ പിന്നാലെയല്ല പിന്നെയും പോകേണ്ടത്. പകരം അവർ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. തിരുവചനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അവർ നന്മ പ്രാപിക്കുവാൻ, അവർ വിടുതൽ പ്രാപിക്കുവാൻ, അവർ സംരക്ഷിക്കപ്പെടുവാൻ, അവർ മാനിക്കപ്പെടുവാൻ, അവർ ഉയർത്തപ്പെടുവാനുള്ള അനേക വിലയേറിയ തിരുവചനങ്ങളെ കർത്താവ് തൻ്റെ മക്കൾക്കായി തന്നിട്ടുണ്ട്. ആ വചനം ഏറ്റെടുത്ത് അനുഗ്രഹിക്കപ്പെടുക, നന്മ പ്രാപിക്കുക. ഹല്ലേലൂയ. ആദ്യം വിശുദ്ധീകരണം, പിന്നെ അത്ഭുതം. ആദ്യം മാനസാന്തരം, പിന്നെ പ്രാർത്ഥനയ്ക്കുത്തരം. ആദ്യം അനുസരണ, പിന്നെ വിടുതൽ. ആദ്യം താഴ്മ, പിന്നെ ജയം. ഹല്ലേലൂയ. ഇതാണ് ദൈവസഭയിലുള്ള
ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിനോട് ദൈവത്തിന് പറയുവാനുള്ളത്? ദൈവസഭയിലുള്ള ദൈവമക്കളോട് കർത്താവിന് പറയുവാനുള്ളത്? ഹല്ലേലൂയ. കർത്താവിന്റെ പാദത്തെ തേടാതെ താൻ തോന്നിയായി ജീവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേസ്റ്റാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാം? കർത്താവിനെ മാനിക്കാതെ നടക്കുന്നവന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ദൈവത്തെ അറിയുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ ഹൃദയം തുറക്കുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ കാലത്ത് പ്രാർത്ഥനകൾ കോൺട്രാക്ട് സർവീസിന് എടുക്കുന്ന, ടെൻഡറിന് എടുക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയം എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ദൈവസഭ അങ്ങനെ വഴിതെറ്റി പോകരുത്. ആരുടെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് ടെൻഡറിനെടുത്ത് പ്രാർത്ഥിക്കേണ്ട. അടുത്തിന് കൈ പിടിച്ച് പറഞ്ഞേ, ആരുടെയും വിഷയങ്ങൾ ടെൻഡറിനെടുത്ത്, കോൺട്രാക്റ്റിനെടുത്ത് പ്രാർത്ഥിക്കേണ്ട. ക്രിസ്തോഫർ വീടുകളെല്ലാം പണി ചെയ്യാൻ കോൺട്രാക്റ്റിനെടുത്ത് പണി ചെയ്ത് കൊടുക്കും. പക്ഷേ ചില പാസ്റ്റർമാർ ഇന്നും കോൺട്രാക്റ്റിനെടുത്ത് പ്രാർത്ഥിക്കുന്ന പരിപാടികൾ തുടങ്ങുകയാണ്. അവർക്ക് സേഫ്റ്റി ഇല്ല. ചില പിശാചിൻ്റെ അധികാരമുള്ള, അവകാശമുള്ള വിഷയങ്ങളിൽ പോയി കൈവയ്ക്കുന്നത് അവൻ്റെ കുടുംബത്തെ തകർക്കും, അവൻ്റെ ആരോഗ്യത്തെ തകർക്കും, അവൻ്റെ ജീവിതത്തെ മുഴുവനും അത് തകർത്തു കളയും. ദൈവ വ്യവസ്ഥയില്ലാതെ, നിയമമില്ലാതെ, ദൈവനീതിയില്ലാതെ ഒരു വിഷയത്തെ ആത്മീകമായി കൈകാര്യം ചെയ്യുവാൻ പാടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ. ഇതിനകത്ത് മടിയന്മാരുണ്ടെങ്കിൽ അവർ പറയും, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. ഓക്കെ. കർത്താവിനെ സ്തുതിക്കാത്തവന്, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തൻ്റെ അഭിഷിക്തരെ വെച്ചിട്ടില്ല. ദൈവത്താലുള്ള നന്മ ദൈവത്തിന് കീഴ്പ്പെടുന്നവർക്കും ദൈവത്തെ അനുസരിക്കുന്നവർക്കും മാത്രമുള്ളതാണ്. എല്ലാവർക്കും കൊടുക്കുവാനുള്ള ഒരു പബ്ലിക് സർവീസേ അല്ല അത്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ സുൽബറിനെ കാണുവാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ വേറിനോട് ഞാൻ ചോദിച്ചു, ബ്രദർ എന്ത് ചെയ്തുകൊണ്ട് കിടക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ കിടക്കുന്നു. വീണ്ടും ഞാൻ ചോദിച്ചു, ബ്രദർ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? അത് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഓർമ്മയുണ്ടോ? അതെ. ഞാൻ വേറിനോട് പറഞ്ഞു, വേർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി വേർ പ്രാർത്ഥിക്കേണ്ട, വേറിന് വേണ്ടി വേർ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ഡിഫറൻസ് മനസ്സിലായോ? അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും ജയമെടുക്കണം, ദൈവത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിന്റെ അഭിഷിക്തരുടെ അടുക്കൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ചില ദൈവപ്രവൃത്തികൾ അവർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കും. ചിലപ്പോൾ ചില രോഗങ്ങൾ വിട്ടുപോയേക്കും, ചില പൈശാചിക ബന്ധങ്ങൾ തകർന്നു പോയേക്കും, ചില വഴികൾ തുറന്നു വന്നേക്കും. ദൈവത്തിന്റെ അഭിഷിക്തരാൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സ്വയം ഒരുങ്ങാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഈ നന്മകൾ. സ്വയം മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി, അനുസരിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഈ ആശീർവാദങ്ങൾ, ഈ നന്മകൾ. എത്ര പേർക്ക് മനസ്സിലായി? ഓക്കെ. കാര്യം മനസ്സിലാക്കാതിരുന്നാൽ ചിലർ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും, പക്ഷേ ദൈവത്തിനും ഗുണമില്ല, അവർക്കും ഗുണമില്ല. നിങ്ങൾ ജൽപ്പനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വചനം പറയുന്നു. എന്താണ് ജൽപ്പനം? അർത്ഥമില്ലാത്ത പ്രാർത്ഥന, ദൈവനീതിയില്ലാത്ത പ്രാർത്ഥന, ദൈവ വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന. അത് ദൈവം കേൾക്കില്ല. എന്നാൽ ചിലർ ദൈവത്തെ അനുസരിക്കാതിരുന്നാലും ചിലർക്ക് എന്തെങ്കിലും ചില നന്മകൾ, അതായത് നായ്ക്കുട്ടികൾക്ക് കിട്ടുന്ന അപ്പക്കഷ്ണം പോലെ ചില നന്മകൾ പ്രാപിക്കാനുള്ള ഓപ്ഷൻ കർത്താവ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ പറയുന്നു. സ്ഥിരം ശല്യപ്പെടുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുക. ജീവിതത്തിൽ രൂപാന്തരമില്ല, മനസ്സിൽ മാനസാന്തരമില്ല,
ദൈവത്തിന്റെ വഴി നടക്കില്ല, ആരാധിക്കില്ല, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കില്ല. എന്നിട്ടും ഈ വചനം ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തുമെന്ന് പറഞ്ഞ വചനം പറയുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിചാരിക്കും ഈ ശല്യം സഹിക്കാൻ എന്തെങ്കിലും കുറച്ച് അപ്പക്കഷ്ണം, മക്കൾക്കുള്ള അപ്പമല്ല, അത് മേശയെങ്കിലുള്ള അപ്പം, എന്നാൽ മേശയ്ക്ക് കീഴിൽ നായ്ക്കുട്ടികൾക്കുള്ള അപ്പക്കഷ്ണം ചിലത് കർത്താവ് കൊടുക്കും. അപ്പോൾ പറയും, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവ് എനിക്ക് നന്മ ചെയ്തു, അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ ജീവിതം മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ മാറ്റമുണ്ടോ? ദൈവത്തിന്റെ വചനപ്രകാരം രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനപ്രകാരം സമർപ്പിച്ചിട്ടുണ്ടോ? ഇത് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം, സമർപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകളെ കൊണ്ടുവരും. അതായത് ഭയങ്കര മുട്ടിപ്പായി പ്രാർത്ഥിച്ച്, അനുസരണയില്ലാതെ ജീവിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് എന്തെങ്കിലും നന്മ പ്രാപിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കൾക്ക് യാചിക്കും മുമ്പേ തന്നെ അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നന്മകൾ ചെയ്യുന്ന, ആശീർവാദങ്ങൾ നൽകുന്ന ഒരു കർത്താവുണ്ട്, ഒരു ദൈവമുണ്ട്. മക്കൾക്കുള്ള അപ്പമായി മേത്തരമായ നന്മകൾ കൊടുക്കുന്ന, മേത്തരമായ ഗോതമ്പും പാറയിൽ നിന്ന് വരുന്ന തേൻ കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത ഒരു കർത്താവുണ്ട്. കർത്താവിനെ അന്വേഷിക്കുന്ന മക്കൾ, വചനത്തെ തേടുന്ന മക്കൾ, വചനത്തെ ഏറ്റെടുത്ത് രൂപാന്തരപ്പെടുന്ന മക്കൾ, അവർക്കായി കർത്താവ് ശ്രേഷ്ഠമായ നന്മകൾ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ യാക്കോബ് 4:6 വരാം. ഈ തൊട്ടുമുമ്പുള്ള വചനത്തിൽ ഞാൻ വായിച്ച വചനത്തിൽ അവിടെ എന്താ പറയുന്നത്? മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായുകയില്ല. ചിലർ എന്താ വിചാരിക്കുന്നത്? കഷ്ടതയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് കേൾക്കും. എന്നാൽ കേൾക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. കേട്ടാൽ അതിനനുസരിച്ച് തുടർന്ന് ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് ജീവിക്കണം. മാനസാന്തരപ്പെട്ട് ജീവിക്കാതെ പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ മാത്രം നേടിയെടുത്ത് സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കുന്നവർ, അവർ ദൈവത്തിന്റെ വഴിയിലല്ല, അത് ദൈവഹിതവുമല്ല. ഇങ്ങനെ ദൈവത്തെ ചൂഷണം ചെയ്യുവാൻ പാടില്ല. കാര്യസാധ്യത്തിന് മാത്രം ദൈവത്തെ തേടുവാൻ പാടില്ല. സ്നേഹത്താൽ കർത്താവിനെ തേടുവേൻ, സ്നേഹത്താൽ കർത്താവിന്റെ പാദത്തെ തേടുവേൻ, സ്നേഹത്താൽ കർത്താവിന്റെ വചനത്തെ ഏറ്റെടുക്കുവേൻ. ആ സ്നേഹത്തിൽ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അനേക നന്മകൾ മറഞ്ഞു കിടപ്പുണ്ട്. അത് ദൈവത്തിന്റെ മക്കൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ. പല ലെവലിലുള്ളവർ ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ മക്കളെന്ന നിലയിൽ നിന്നുകൊണ്ട് മേശയിങ്കലുള്ള അപ്പം കഴിക്കുന്ന, സ്പെഷ്യൽ ഫുഡ് സ്വന്തമാക്കുന്ന ദൈവമക്കളായി നിന്നുകൊണ്ട് ദൈവമക്കൾ രൂപാന്തരപ്പെട്ടു വരണം. ഹല്ലേലൂയ. ഓക്കെ, യാക്കോബ് 4:6 വചനം പറയുന്നു, ദൈവം നിഗളികളോട് എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. അഹങ്കാരമുള്ളവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? കേൾക്കില്ലേ? കേൾക്കില്ല. അഹങ്കാരമുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കോ? കേൾക്കില്ല. പിന്നെന്ത് സംഭവിക്കുന്നു? താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ആർക്ക് കൃപ ലഭിക്കും? താഴ്മയുള്ളവർക്ക്. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? യോഗ്യത നോക്കാതെ തരുന്ന ദൈവിക നന്മകൾ. ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നത് യോഗ്യത കൊണ്ടല്ല കിട്ടുന്നത്. എന്നാൽ ആ കൃപ ലഭിക്കാൻ ഒരു യോഗ്യത വേണം. കൃപ ലഭിക്കാൻ എന്ത് യോഗ്യത വേണം? താഴ്മ വേണം. താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. ആ കൃപയിൽ യോഗ്യതയില്ലാത്ത പല ഏരിയകളിലും നന്മയെ കൊണ്ടുവരുന്ന വലിയ മഹത്വം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ നന്മ ലഭിച്ചു? എന്തുകൊണ്ട് ഈ അവസ്ഥകൾ, എന്തുകൊണ്ട് ഈ മഹത്വകരമായ കാര്യങ്ങൾ നടക്കുന്നു? കൃപ. എന്തുകൊണ്ട്? കൃപ. നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ,
ശുദ്ധമായ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചത് വേർതിരിച്ചു. നമ്മുടെ യോഗ്യതയല്ല, കൃപ. ഹല്ലേലൂയ. നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, കൃപയാൽ. ഹല്ലേലൂയ. കൃപ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? താഴ്മ വേണം. താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും. കൃപ ലഭിച്ചാൽ അതിൽ അനേക മഹത്വങ്ങൾ, അനേക ആശീർവാദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് വരാം. 3:34. സദൃശവാക്യം, പ്രോവബ്സ്. ഓക്കെ. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. എൻ്റെ ചോദ്യം, ഒരു പരിഹാസിക്ക് വേണ്ടി, അവൻ്റെ പരിഹാസിയെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കോ? കേൾക്കില്ലേ? കേൾക്കില്ല. പരിഹാസിയെ ദൈവവും കൂടെ പരിഹസിക്കുന്നു. ഓക്കെ. പിന്നെ ആർക്ക് കൃപ ലഭിക്കും? എളിയവർക്ക് കൃപ ലഭിക്കും. എളിയവൻ പരിഹാസിയായിരിക്കില്ല. എളിയവൻ മറ്റുള്ളവനെ തരം താഴ്ത്തി സംസാരിക്കുന്നവനായിരിക്കില്ല. മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്നവൻ പരിഹാസി. മറ്റുള്ളവനെ പുച്ഛിച്ച് സംസാരിക്കുന്നവൻ, മറ്റുള്ളവനെ നിന്ദിച്ച് സംസാരിക്കുന്നവൻ പരിഹാസി. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അവന്റെ വേദന ദൈവം കാണില്ല. അവന്റെ നിലവിളി ദൈവം ശ്രദ്ധിക്കില്ല. അവൻ ആ പരിഹാസി കൈമലർത്തുമ്പോൾ ദൈവം കണ്ണു മറയ്ക്കും. നിന്റെ കൈമലർത്തലൊന്നും എനിക്ക് കാണണ്ട, നിന്റെ വേദനയും എനിക്ക് കാണണ്ട, കൊണ്ട് ചുമന്നോളാൻ പറയും. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. പരിഹസിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ തരം താഴ്ത്തി പുച്ഛിച്ച് നിന്ദിച്ച് അപമാനിക്കുന്ന സ്വഭാവം അതുണ്ടെങ്കിൽ നീ ആത്മീകനല്ല, നീ ജഡീകനാണ്. ആരാധിച്ചിട്ടും സ്വഭാവം മാറുന്നില്ലേ? നീ പിശാചിനിടം കൊടുക്കുകയാണ്. പരിഹസിക്കുന്ന ആത്മീകൻ, അത് യോജിപ്പില്ലാത്തൊരു പ്രയോഗമാണ്. പരിഹാസിയായ ആത്മീകൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ക്രൂരനായ ആത്മീകൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ക്ഷമിക്കാത്ത ആത്മീകൻ പറയാൻ പറ്റില്ല. കർത്താവ് ചില നല്ല ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ആ ഗുണങ്ങളെക്കുറിച്ചാണ് തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. വചനത്തെ വിശ്വസിച്ചേറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ നന്മകളും സ്വന്തമാക്കും. അവർ സമാധാനത്തെ സ്വന്തമാക്കും. ഹല്ലേലൂയ. അവരുടെ ഭാവിയെ ദൈവം ആമേൻ തേജസ്സുള്ളതാക്കി മഹത്വമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. അടുത്തിരിക്കുന്നവർ കൈപിടിച്ച് പറഞ്ഞ്, എളിയവർക്ക് ദൈവം കൃപ നൽകുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. താഴ്മയുണ്ടെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരത്തോടെ നടക്കരുത്. കൺഫേം ചെയ്യണം എങ്ങനെയാണ് താഴ്മ പ്രകടിപ്പിക്കേണ്ടതെന്നും, താഴ്മയുള്ളപ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും, താഴ്മയുള്ളപ്പോഴുള്ള സംസാരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അതിനെ ഉറപ്പിക്കണം. അതിനെക്കുറിച്ചൊരു വ്യക്തത വേണം. ഹല്ലേലൂയ. ഓക്കെ. ഇനി താഴ്മയെക്കുറിച്ച് ചില വചനങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. ബട്ട് സമയങ്ങൾ പോരാ. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ബാക്കി അടുത്ത ആഴ്ചകളിൽ അത് പറയാം. താഴ്മയുള്ളവർക്ക് ദൈവം അപ്രതീക്ഷിതമായ നന്മകളെ കൊടുക്കും. അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ് അവർ സ്വന്തമാക്കും. ഹല്ലേലൂയ. അവിശ്വാസിക്ക് അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾ കിട്ടില്ല. അപ്രതീക്ഷിതമായ നന്മ ഒരു അവിശ്വാസിക്ക് കിട്ടില്ല, ഒരു പരിഹാസിക്ക് കിട്ടില്ല, ഒരു അഹങ്കാരിക്ക് കിട്ടില്ല. പക്ഷെ താഴ്മയുള്ളൊരു ദൈവ പൈതലിന്, മുറുമുറുപ്പില്ലാത്തൊരു ദൈവ പൈതലിന്, നന്ദിയുള്ള ഹൃദയമുള്ള ഒരു ദൈവ പൈതലിന് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ്, അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്, അപ്രതീക്ഷിത നന്മകൾ, അപ്രതീക്ഷിത അത്ഭുതങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത നന്മകളെ
കർത്താവ് ആർക്ക് വെച്ചിട്ടുണ്ട്? താഴ്മയുള്ള ദൈവമക്കൾക്ക്, നന്ദിയുള്ള ദൈവമക്കൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 5:6 വരാം. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ആകയാൽ ഏറ്റകാലത്തിലെ தேவன் உங்களை உயர்த்தும்படிக்கு அவருடைய பலத்த கைக்குள் அடங்கியிருங்கள். ഓക്കെ, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താണിരുന്നാൽ എന്തുണ്ട്? ഉയർച്ചയുണ്ട്. എന്തുണ്ട്? ഉയർച്ചയുണ്ട്. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ആദ്യം ആത്മാവിലൊരു വിശുദ്ധീകരണത്തെ കർത്താവ് കൊടുക്കുന്നു. എന്നാൽ അവർ സ്ഥിരതയോടുകൂടെ കർത്താവിൻ്റെ വചനങ്ങളിൽ നിലനിൽക്കുകയാണെങ്കിൽ അവരുടെ ഭൗതിക ജീവിതത്തിൽ അത് വെളിപ്പെടും. വിശ്വസിച്ച് വചനങ്ങൾ ഏറ്റെടുത്ത് അതിൽ ജീവിക്കുന്ന മക്കൾ അവരുടെ ഭൗതിക ജീവിതത്തിൽ ആ നന്മകൾ പ്രാപിക്കും. ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്പോട്ടിൽ തന്നെ ആ നന്മ പ്രാപിക്കുന്നു. പക്ഷേ സ്ഥിരതയോടെ നിലനിന്നാൽ അവരുടെ ഭൗതിക ജീവിതത്തിൽ അത് മറ്റുള്ളവർ കാണുന്ന ലെവലിൽ അതിനെ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. എപ്പോൾ ഉയർത്തുവാൻ? ഗോഡ് നോസ് വാട്ട്സ് ദ റൈറ്റ് ടൈം. എന്താണ് കൃത്യസമയമെന്ന് ദൈവത്തിനറിയാം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അവിശ്വാസത്തോടെ ഇരിക്കുന്നത് താണിരിക്കുന്ന ഇരിപ്പല്ല. അഹങ്കാരമുള്ള ഹൃദയത്തോടിരിക്കുന്നത് താണിരിക്കുന്ന ഇരിപ്പല്ല. താണിരിക്കുമ്പോൾ അതിൽ വിശ്വാസമുണ്ട്, അതിൽ ദൈവസ്നേഹമുണ്ട്, അതിൽ നന്ദിയുണ്ട്, അതിൽ സ്തുതിയുണ്ട്, അതിൽ വചനത്തെ അനുസരിക്കുന്ന അനുസരണയുണ്ട്, അത് കർത്താവിൻ്റെ നാമത്തിൽ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം താഴ്മയിലുള്ള കാര്യമാണ്. താണിരുന്നാൽ ദൈവത്തിൻ്റെ ഉയർച്ച ഉണ്ടാകും. ഈ വചനത്തെ ഏറ്റെടുക്കുവിൻ. താണിരിക്കുന്നവർ ദൈവികമായ ഉയർച്ച പ്രാപിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, ഭൗതിക ജീവിതത്തിൽ തന്നെ ആ ഉയർച്ച നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിപ്പിൻ. ഒരുപക്ഷെ ഇന്ന് തകർച്ചയിൽ കിടന്നാലും ആ അവസ്ഥകളെല്ലാം കർത്താവ് മാറ്റി ഉയർച്ചയിലേക്ക് കർത്താവ് തൻ്റെ ജനത്തെ കൊണ്ടുവരും. ദാവീദ് പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു ലോക പൈതൽ ശക്തിയിലും ബുദ്ധിയിലും പണത്തിലും ആളിലും ആൾബലത്തിലുമൊക്കെ ആശ്രയിക്കുന്നവനാകും. അങ്ങനെ അവൻ കാര്യങ്ങൾ ചെയ്യുവാൻ നോക്കും. എന്നാൽ ഒരു ദൈവരാജ്യത്തിലെ ദൈവ പൈതൽ അവൻ മസിൽ പവറിലല്ല, പണത്തിൻ്റെ ബലത്തിലല്ല, ഈ ലോകത്തിൻ്റെ താങ്ങുകളിലല്ല അവൻ ആശ്രയിക്കുന്നത്. അവൻ പല കാര്യങ്ങൾ അവൻ ഉണ്ടെങ്കിലും അവൻ അന്തിമമായി അവൻ്റെ വിശ്വാസം ഇതാണ്: എൻ്റെ ദൈവത്താൽ എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കും, എൻ്റെ കർത്താവിനെ മാനിക്കും, എൻ്റെ കർത്താവിനെ കാത്തുകൊള്ളും. ആ വിശ്വാസം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ലോകത്തിൻ താങ്ങുകൾ മാറിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. ആരെല്ലാം കൈവിട്ടാലും, സഹോദരങ്ങൾ ഉപേക്ഷിച്ചാലും, ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും, നോക്കൂ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരും നിങ്ങൾക്കുണ്ടാകില്ല. പണം നഷ്ടപ്പെടുമ്പോൾ, ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തും. എന്നാൽ പണം വരുമ്പോൾ, നന്മയുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ അനേകർ നിങ്ങളെ തേടി വരും. അതുകൊണ്ട് അങ്ങനെ തേടി വരുന്ന മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. മനുഷ്യന്റെ ആശ്രയം അത് വേണ്ട. കർത്താവിലുള്ള ആശ്രയം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടതയിൽ, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ, നിങ്ങളുടെ ഞെരുക്കത്തിൽ എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുമ്പോൾ
നിങ്ങളെ തേടി വരുന്നൊരു സ്നേഹമുണ്ട്, നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. അത് നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. ചില ജ്ഞാനമില്ലാത്ത ദൈവമക്കൾ കഷ്ടതയിൽ തകർന്ന അവസ്ഥയിൽ ദൈവസന്നിധിയിൽ വന്ന് നന്മകൾ പ്രാപിച്ചതിന് ശേഷം അവർ നന്മ പ്രാപിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു കാലത്ത് അവരെ വേണ്ടെന്ന് വെച്ച ബന്ധുക്കൾ അവരുടെ പിന്നാലെ വരുമ്പോൾ ആ ബന്ധുക്കളെ പിന്നാലെ പോകുന്ന മനുഷ്യരുണ്ട്. ആ ബന്ധുക്കളുടെ പിന്നാലെ പോകരുത്. നീ കർത്താവിന്റെ പിന്നാലെ തന്നെ അപ്പോഴും നിൽക്കണം. നിന്റെ ദാരിദ്ര്യത്തെ മാറ്റിയ, നിന്റെ ഞെരുക്കത്തെ മാറ്റിയ, നിന്റെ തകർച്ചയെ മാറ്റിയ കർത്താവിന്റെ ആ കൃപകളെ നീ ധ്യാനിച്ച് ആ കൃപയിൽ തന്നെ നീ നിൽക്കണം. പണമുള്ളപ്പോൾ മാത്രം തേടി വരുന്ന, പദവി ഉള്ളപ്പോൾ മാത്രം തേടി വരുന്ന മനുഷ്യന്റെ കപട സ്നേഹത്തെ തിരിച്ചറിയണം. ആരെയും വെറുക്കുവാനല്ല പറയുന്നേ, ആരോടും ശത്രുത കാണിക്കുവാനും അല്ല പറയുന്നേ. ദൈവപൈതലേ, നിനക്കുള്ള ഏറ്റവും കൂടിയ പ്രാധാന്യം ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വരുന്നവർ വന്നോട്ടെ, കൂടെ നിൽക്കുന്നവർ കൂടെ നിന്നോട്ടെ, പക്ഷെ നിന്റെ മനസ്സിൽ ഒന്നാം സ്ഥാനം കർത്താവിന് തന്നെ നീ കൊടുക്കണം. ഇന്ന ബന്ധുവിന്റെ കല്യാണം, അതുകൊണ്ട് ഞാൻ ആരാധന മാറ്റിവെച്ച് അങ്ങോട്ട് പോകുന്നു. ദൈവസ്നേഹമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇന്ന ബന്ധുവിന്റെ ഇന്ന ഫംഗ്ഷൻ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? തിരിച്ചും കൂടെ ചിന്തിക്കണം. ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ എൻ്റെ ദൈവം എന്ത് വിചാരിക്കുമെന്നും കൂടെ ആലോചിക്കണം. വേണ്ടേ? ആരാധിക്കാതെ ഒരു സിസ്റ്റർ സാക്ഷി പറഞ്ഞു, ഇന്നലെ ആരാധനയ്ക്ക് വരാതെ ടൂറ് പോയി. അല്ലേ? അതെ. ടൂറ് പോയപ്പോ മിണ്ടി, അത് ആരാധന സമയം അല്ലാത്തപ്പോഴും മിണ്ടുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഏതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ അപ്പോഴും ദൈവത്തിന് തന്നെ ഒന്നാം സ്ഥാനം കൊടുത്ത് നിൽക്കുവാൻ നിങ്ങളെ നിങ്ങൾ അഭ്യസിപ്പിക്കണം, ട്രെയിനിങ് കൊടുക്കണം. പണം വരുമ്പോൾ, നന്മ വരുമ്പോൾ, നിങ്ങളൊന്ന് സ്റ്റഡിയാകുമ്പോൾ നിങ്ങളെ തേടി വരുന്ന, ഒരു കാലത്ത് നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളെ തേടി വരും. അപ്പോൾ എല്ലാം മറന്ന് അവരുടെ പിന്നാലെ പോകരുത്. കർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കർത്താവിന് തന്നെ കൊടുത്ത് കർത്താവിനോട് ചേർന്ന് നിൽപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ആശ്രയം അല്ല ഒരു ദൈവ പൈതലിനെ അനുഗ്രഹിക്കുന്നത്. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നന്മയെ കൊണ്ടുവരുന്നത് വചനത്തെ അവൻ ഏറ്റെടുക്കുന്ന അവന്റെ സമർപ്പണമാണ് അവന്റെ ജീവിതത്തിൽ മഹത്വത്തെയും ജയത്തെയും നന്മയെയും കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഒന്നാം സ്ഥാനം കർത്താവിന്. പണത്തിനല്ല, പദവിക്കല്ല, ബന്ധുമിത്രാദികൾക്കല്ല, വിദ്യാഭ്യാസത്തിനല്ല. ഒന്നാം സ്ഥാനം യേശുവിന്. മുൻപേ അവന്റെ രാജ്യവും നീതിയും തേടുവിൻ. ദൈവമക്കളോടുള്ള കർത്താവിന്റെ കൽപ്പന ഇതാണ്. ഫസ്റ്റ് പ്ലേസ് ടു ഗോഡ്. ഏറ്റവും കൂടിയ സ്നേഹം യേശുവിന്. ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് കർത്താവിന്. പണം, സമയം ഏറ്റവും അധികം കർത്താവിന്. കഴിവുകൾ, ചിന്തകൾ അധികം കർത്താവിന്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ചെയ്യുവാൻ ദൈവമക്കൾക്ക് കർത്താവ് കൃപ തരട്ടെ. താഴ്മയിൽ തന്നെ നിൽക്കുവാൻ, വചനത്തിൽ തന്നെ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നന്മ വരുമ്പോൾ കർത്താവിനെ വിട്ട് മാറി ലോകത്തെ തേടി പോകുന്ന ഒരു മനസ്സുണ്ടാകരുത്.